മൂവാണ്ടൻ മാങ്ങ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. നാരുള്ളതുകൊണ്ട് നാരില്ലാത്തതുകൊണ്ട്, മധുരം ഉള്ളതുകൊണ്ട്, പുളിപ്പ് കൂടിയതുകൊണ്ട് എല്ലാം ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, ഇതിപ്പം മധുരമുണ്ട്. ഇതിപ്പം മധുരമുണ്ട് കേട്ടോ. സൂപ്പറാ. ദേ ഞാൻ ഇത് അരിഞ്ഞ് വെച്ചേക്കണം. ഇതൊരു കാര്യം ഉണ്ടാക്കാൻ നമുക്കത് അരിഞ്ഞെടുക്കാം ആദ്യം. അധികം പഴുക്കാത്ത മാങ്ങ ഇതേപോലെ അരിഞ്ഞെടുത്തത് മൂവാണ്ടൻ മാങ്ങയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായപ്പോൾ കുറച്ച് ഏലക്ക തല്ലിയിട്ട്, മാങ്ങയല്ലേ അപ്പം ലേശം ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ലേശം ഉപ്പിട്ടേ ഉള്ളൂ കേട്ടോ. ഉപ്പ് ഒരു ടേസ്റ്റാണ്. കറിക്കായാലും നല്ല ഉപ്പ്, ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ആ കറി കൂട്ടാൻ. എത്ര ഉപ്പ് കൂട്ടിക്കൂടെന്ന് പറയണമെങ്കിലും അങ്ങനെ കൂട്ടാതിരിക്കരുത്. ഉപ്പ് കുറഞ്ഞു പോയാലും കുഴപ്പമാണ്, കൂടിപ്പോയാലും കുഴപ്പമാണ്. ഉപ്പ് മധുരം കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പമാണ്. അപ്പോൾ ഇതെല്ലാം മിനിമം നിലനിർത്തി കൊണ്ടുപോവാം. അപ്പോൾ ഇതൊരു വെറൈറ്റി. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ ഉണ്ടാക്കി കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. നെയ്യും ഏലക്കായും കൂടെ നല്ല മണമായി. ഇതൊക്കെ വല്ലപ്പോഴും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ എന്നും ഉണ്ടാക്കി കഴിക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരും പറയാറുണ്ട്, അയ്യോ അത് കഴിച്ചുകൂടാ, അത് കഴിച്ചുകൂടാ. എന്തുകൊണ്ട് കഴിച്ചുകൂടാ? നല്ല സാധനങ്ങൾ നമുക്ക് കഴിച്ചുകൂടെ? അത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാമെന്നേ. മാങ്ങ സീസൺ വരുമ്പോൾ ഇതുപോലെ ഉള്ളവർക്ക് കുറച്ചുണ്ടാക്കി കഴിക്കാം. ഓക്കേ. അപ്പോൾ അധികം പഴുത്ത് പോവാത്ത മാങ്ങ വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അധികം പഴുക്കരുത്. കളറ് മാറിയ മാങ്ങ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അങ്ങ് തീരുമെന്നേ. നെയ്യ് ഒഴിച്ച് ശരിയാക്കണോണ്ട് ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട കേട്ടോ. 2 ദിവസം കൊണ്ട് തീർക്കുക. അതുപോലെ ഇതുപോലത്തെ സ്റ്റിക്ക് വെച്ച് തന്നെ ഇളക്കുകയും വേണം. അല്ലാതെ തവി വെച്ചൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് ശരിയാവില്ല. പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ചെറിയ ബൗളിൽ കുറേശ്ശെ അങ്ങോട്ട് കോരി വെച്ച് ഒരേ സ്പൂണും വെച്ചിട്ട് എല്ലാവരും കൂടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇതൊക്കെ ചൂടോടെ കഴിക്കണം. അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉള്ളത്. കുറ്റം പറയുകയും ചെയ്യാം. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇത് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് കുറ്റവും പറയാം. ബാക്കി ടേസ്റ്റും കിട്ടും, വയറും നിറയും. കുറച്ച് ശർക്കര ചൂടാക്കി വെച്ചേക്കണം. ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ച് ഞാൻ നിരത്താനൊന്നും പോയില്ലായിരുന്നു, മുമ്പ് തന്നെ അത് നിരന്നു. കൊച്ചു പിള്ളേർക്കൊക്കെ ശരീരം നന്നാവാൻ കരിപ്പട്ടി വാങ്ങിക്കണം. കടയിൽ നിന്ന്, അങ്ങാടിക്കടയിൽ നിന്ന് കരിപ്പട്ടി വാങ്ങിക്കണം. കരിപ്പട്ടിയും ശർക്കരയും രണ്ടാണ്. ചിലർ രണ്ടും കൂടെ ഒന്നെന്ന് പറയും. ശർക്കരയെന്ന് പറഞ്ഞാൽ നമ്മൾ പായസമൊക്കെ വയ്ക്കാനായിട്ട് ഉണ്ടാക്കണം. ഇലയപ്പമൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിക്കുന്നതാണ് ചെറിയ പീസുള്ള ശർക്കര. മറ്റേ കരിപ്പട്ടി എന്ന് പറയണത് അത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വിലയും കൂടുതലാണ്. അത് കിലോ 200 രൂപയാണെന്ന് തോന്നണം. ഞാൻ വാങ്ങിക്കും, നെല്ലിക്ക സീസൺ ആകുമ്പോൾ വാങ്ങിക്കും, നെല്ലിക്ക ഇട്ട് വയ്ക്കാൻ വേണ്ടി. ആ കരിപ്പൊട്ടിയിൽ വേണം കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പിള്ളേർക്കൊക്കെ ശരീരം നന്നാവാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ശർക്കരയല്ല, കരിപ്പട്ടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കേ. അപ്പോൾ ഇതൊന്നായി വരട്ടെ. സൂപ്പറാണ് കേട്ടോ. ഇത് പഴുത്ത മാങ്ങയെന്ന് വിചാരിച്ചാൽ അത് വെന്തുടഞ്ഞൊന്നും പോകില്ല. നമ്മൾ നെയ്യിൽ അല്ലേ ശരിയാക്കിയത്. ചെറുതായിട്ട് അരിഞ്ഞെന്നേ ഉള്ളൂ ഞാൻ. ഇതെന്ന് വെച്ചാൽ പല്ലില്ലാത്ത ആൾക്കാർക്കൊക്കെ തിന്നാം, വയസ്സായ ആൾക്കാർക്കൊക്കെ തിന്നാം. എന്നെപ്പോലെ വയസ്സായ ആൾക്കാർക്ക് തിന്നാം. കാരണം എനിക്ക് പിന്നെ പല്ല് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. ചില കുട്ടികൾ മാങ്ങാനുമില്ലെന്നേ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് ചെറിയ തീയിൽ കുറച്ചുകൂടെ ഒന്ന് തിളച്ച് ഒരു പാകമായി വരട്ടെ. ഇതിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം, അപ്പോഴറിയാം. നെയ്യൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിലേ നമുക്ക് 2 വയണയിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാമല്ലോ. കഴുകി എനിക്കിവിടെ ഉണ്ട്, വയണമരം 2 എണ്ണം ഉണ്ട്. പക്ഷേ സമയത്ത് ഇല പറിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ കേട്ടാ.
അത് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതാകുമ്പോഴത്തേക്കേ ഒരു സുഖമാണ്. അവസാനം അത് എടുത്തിട്ട് വയണയില നീളത്തിനിട്ടാൽ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാമല്ലോ. ഇനി ഞാൻ പറയണ്ടല്ലോ. ഈ മധുരവും ആ ഏലക്കാര ടേസ്റ്റും നെയ്യിലെ ടേസ്റ്റും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഈ വയണയിലയുടെ മണവും കൂടെ ആകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എൻ്റെ അമ്മ, എല്ലാവരും ഇതുപോലെ മാങ്ങ സീസണിൽ, ഇപ്പോൾ സീസണായി തുടങ്ങി, എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഓക്കേ. അപ്പോൾ അതിൻ്റെ മണവും കൂടെ ഒന്ന് ആയപ്പോഴേ ആളുകൾ ചോദിക്കും എന്താണ് ഇവിടെ പുതിയൊരു വെറൈറ്റി മണമെന്ന്. അതിപ്പോൾ അങ്ങനെ ഒരു മണം ആയിക്കോട്ടെ. അപ്പോൾ എടുക്കാൻ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാം. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. വെറൈറ്റി ടേസ്റ്റാണ്. പൊടി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇനി അറിഞ്ഞില്ല, പറഞ്ഞില്ല, അറിഞ്ഞൂടാ, ഇങ്ങനെയൊന്നും ആരും പറയരുത്. ഓക്കെ ഓക്കെ. താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും ലീലാമണി. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ, കുഞ്ഞു അറിവുകൾ എല്ലാവരും കാണണം, കേൾക്കണം, അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ മാങ്ങ ഇനിയും ഉണ്ട്. ഓക്കെ. താങ്ക് യു.